അപ്പോൾ ഇത്ര എത്തിയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ്സ് വെച്ചിട്ട് പറയുന്നത് നോക്കിയാൽ പോരല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിപ്പോൾ ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെ എന്നിട്ട് ലൈൻ ആക്കുക. അപ്പോൾ ഇത് ലൈൻ ഫോം ആവും. ഇനി ഇതിപ്പോൾ ലൈൻ ക്രിയേറ്റ് ആക്കിയതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു പോളിഗൺ ആ പോയിന്റ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഇപ്പോൾ ഈ സെലക്ട് ആയ പോയിന്റ്സ് ഇല്ല, ഇത് വെച്ചിട്ട് പോളിഗൺ ഫോം ചെയ്തു. നമുക്ക് ഈ പോയിന്റ്സിന് നീക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം അത് കാരണം ഫോം ചെയ്തിട്ടുള്ള ലൈൻസും അല്ലെങ്കിൽ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണോ അത് ഈ പോയിന്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിനും, കാരണം ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, റെഫറൻസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്ജ് ഉണ്ട്, ഈ എഡ്ജ് ഇവിടെ കോമൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ 3 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ വേണമെങ്കിൽ ഫോം ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 4 വെച്ചിട്ട്, ഈ 4 വെച്ചിട്ട് നമുക്ക് ഒരു പോളിഗൺ ഫോം ചെയ്യാം. ഉണ്ടല്ലേ, എഡ്ജ് വേറെ പോളിഗൺ വേറെ. പോളിഗണിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടല്ല നമ്മൾ എഡ്ജിനെ പറയുന്നത്. പോളിഗൺ ഷേപ്പ് ഈ 4 പോയിന്റ് വെച്ചിട്ട് വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനിപ്പോൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഉപകാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിലിപ്പോൾ ഒരു ലൈൻസ് ലൈൻ വെച്ചിട്ട് ഇത് ഞാൻ മാനുവലി ചെയ്തതല്ല, ക്ലോസ്ഡ് പോളിഗൺ എന്നുള്ള നിലയ്ക്ക്. ഇത് ഒരു എഡ്ജ് ഒരു എഡ്ജ് എക്സ്ട്രാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ലൈനും കൂടി നമ്മൾ ഉണ്ടാക്കി, 2 ഉണ്ടാക്കി. അപ്പോഴാണ് കട്ടി കൂടുതൽ വരുന്നത്. ചിലതിന് കട്ടി കൂടുതലുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ഉണ്ട്, 1-3 2 ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം പോളിഗൺസ്. പിന്നെ ലൈൻസിലിപ്പോൾ 1ഉം 3ഉം വെച്ചിട്ട് L2 എന്ന് പറഞ്ഞ ലൈനുണ്ട്, 1-3 വെച്ചിട്ട് കണ്ടില്ല ഈ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ പേര് ഇപ്പോൾ AYU. ലൈനിൻ്റെ പേര് ഇപ്പം നിലവിൽ വരില്ല. ലൈനിൻ്റെ പേര് ഇതിപ്പോൾ ലോഗാണ് കേട്ടോ. ഇത് ലോഗ് നമുക്ക് പ്രശ്നം പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീഡ് ചെയ്യണമെങ്കിൽ പേര് വരില്ല. പോളിഗണ്ണാണെങ്കിൽ നമുക്ക് പേര് വരുന്നതിൽ എഴുതിയിട്ടുണ്ട്, ലൈനിൻ്റെ പേര് വരുന്നതിൽ എഴുതിയിട്ടില്ല. ഇനി ഇവിടെ ഒരു പോളിഗൺ വേണ്ടി ഉണ്ടാക്കാം. ഇതിനെ വെച്ചിട്ട് ഒരു പോളിഗണായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് 2ൻ്റെ ഇടയിൽ വേറൊരു പോളിഗൺ വേണമെങ്കിൽ വയ്ക്കാം. ഇത് മൊത്തം കംപ്ലീറ്റ് ആയ പോലെയാവും. ഫോർ എക്സാമ്പിൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അടഞ്ഞ പോലെയാവും. നമുക്കൊരു കാര്യം, ഇതിൽ കൂടെ ഇങ്ങനെ വരും പോട്ടെ. ഇത് വെച്ചിട്ട് പോളിഗൺ ഇങ്ങനെ ഇത് ഓവർലാപ്പ് വന്നില്ല. അപ്പോൾ ഇപ്പം നിലവിൽ ഇതിൻ്റെ പർപ്പസ് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, റിയൽ ലൈഫ് പർപ്പസ്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ CAD-ന് വേണ്ടിയിട്ടും അതിനുദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, CAD-ൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. ഒരു സോൾഡ് വർക്ക്സ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉപകാരമായിരിക്കുമല്ലോ. അതും ഫ്രീ ടു യൂസ്. ഈസിലി ഇൻസ്റ്റാളബിൾ, ക്രാക്കൊന്നും ചെയ്യേണ്ട, വളരെ ഈസിലി വിൻഡോസിലും ലിനക്സിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ ഇതിന് കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ചെറിയ പിള്ളേർക്ക് ഒരു ഷേപ്പുകൾ ഉണ്ടാക്കി അവരുടെ ഒറിഗാമി പോലെ അങ്ങനത്തെ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ നൈക്കിയുടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാക്കി. അതുപോലെ 5 ഷേപ്പ് വെച്ചിട്ട് 5 പോയിന്റ്സ് വെച്ചിട്ട് 5 ഒരുമിച്ച് പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്പ് ഉണ്ടാക്കാം. അത് വീട് ഇങ്ങനെ വരുമ്പോൾ M, പിന്നെ വേറെ ഇത് വരിക, വേറെ ഇങ്ങനൊരു ഷേപ്പ്, അങ്ങനെ ഐഡൻറ്റിഫൈ ആയിട്ടുള്ള ഷേപ്പുകൾ 5 എത്ര പറ്റും നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കൊരു പോളിഗൺ വേണ്ടി കൊടുക്കാം. നമുക്ക് കളർ മാറ്റണ വിധത്തിൽ നമുക്ക് എഡിറ്റബിൾ ആക്കണം. ഇപ്പുറത്ത് ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടങ്ങുന്ന ഷേപ്പുകൾ വരണം ശരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ ഹൈലൈറ്റ് ആയ റെഡ് ആയിട്ടുള്ള ഇവിടെ തന്നെ വന്നിരിക്കും. ഇപ്പോൾ കുറച്ച് മോഡിഫൈ ഉണ്ട്. ബൈ ഓട്ടോ ഡിഫോൾട്ടിൽ ഇത് സേവ് ആവും. അതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും എടുത്താലും അത് അങ്ങനെ തന്നെ വരും. ആ സ്റ്റേറ്റ്
അത് ഫയലിലേക്ക് സേവ് ആവുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഓരോ മൂവ്മെൻറ്റ് കഴിയുമ്പോഴും അത് സേവ് ആവുന്നുണ്ട്. ഓക്കെ.